എന്നാൽ ജീവിച്ചിരിക്കുന്ന റൌഫ് മദനിയുടെ കാര്യത്തിലും തഥൈവ. സുഹൃത്തുക്കളെ, ഇനി ചർച്ച ചെയ്യാം, നമ്മൾ എങ്ങും പോകുന്നില്ല, ഈ ഒരു വിഷയം കൊണ്ട് തീരുന്നില്ല. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇവർ ഈ അന്ധവിശ്വാസങ്ങൾ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്തുനിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ ഗവേഷണം നടത്തി എടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് അതാണ് അലിമദനി ആ സുഹൃത്തിനോട് ചോദിച്ചത്, റൌഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന്. റൌഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന് ചോദിക്കാൻ കാരണം, വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം. റൌഫ് മദനി ഇത് എന്ന് പ്രസംഗിച്ചെന്നുള്ളതാ. റൌഫ് മദനിയുടെ CD ഞാൻ കണ്ടതാണ്, അതിൽ നിന്ന് റെക്കോർഡ് എടുത്തതാണ്. റൌഫ് മദനിയുടെ CD ഞാൻ കണ്ടതാണ്, അതിൽ നിന്ന് റെക്കോർഡ് എടുത്തതാണ്. എന്ന് പ്രസംഗിച്ചതാണ് അദ്ദേഹം. അതിന്റെ ഭാഗമായിട്ട് അതാണ് അലിമദനി ആ സുഹൃത്തിനോട് ചോദിച്ചത്, റൌഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന്. റൌഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന് ചോദിക്കാൻ കാരണം, വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം. ആ കാലത്ത് പ്രസംഗിച്ച റൌഫ് മദനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ? റൌഫ് മദനിക്ക് ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ? വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം. ആ കാലത്ത് പ്രസംഗിച്ച റൌഫ് മദനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ? റൌഫ് മദനിക്ക് ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ? വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം. ആ കാലത്ത് പ്രസംഗിച്ച റൌഫ് മദനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ? റൌഫ് മദനിക്ക് ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ? ഞങ്ങളുടെ പക്ഷത്തുള്ള ഒരു പണ്ഡിതൻ വർഷങ്ങൾക്ക് മുമ്പ് നടത്തി എന്ന് പറയുന്ന ഒരു ഓഡിയോ കാസറ്റ് കൊണ്ടുവരുമ്പോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും മറക്കാതിരിക്കുക. അബ്ദുൾ റൌഫ് മദനി ഖത്തറിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഏകദേശം വർഷത്തിൽ ഒരു തവണയെങ്കിലും റൌഫ് മദനി ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കട്ടുകേൾവില്ലേ ജിന്നിന്റെ, അത് ഇപ്പോഴും ചെറിയ രീതിയിൽ ചെറിയൊരു തോതിൽ ഇന്ന് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നൊരു വാദമുണ്ട്. അതിപ്പം ആയത്തുകൾ കൊണ്ട് അങ്ങനെ ഖണ്ഡിതമായ 2 വീക്ഷണവും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് അതുണ്ടായിരുന്നു എന്നും പിന്നീട് ഇത് പൂർണ്ണമായി നിലച്ചു എന്നും അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാര് പഴയ കാലത്ത് തന്നെയുണ്ട് സലഫികളുടെ കൂട്ടത്തില്. എന്നാൽ ചിലര് പറഞ്ഞു മറ്റേ ഹദീസ് ഉണ്ടല്ലോ, ഈ ജ്യോത്സ്യന്മാര് പറയുന്നതിൽ 1% ശരി വരുന്നതിനെ പറ്റി നബി പറഞ്ഞല്ലോ, കട്ട് കേൾക്കുന്നു എന്നിട്ട് പറയുന്നു. ആ ഹദീസിന്റെ വെളിച്ചത്തിൽ വളരെ നേരിയ, അതായത് പണ്ടുണ്ടായിരുന്ന അത്ര വ്യാപകമായിട്ട് അല്ലാത്ത രീതിയിൽ വളരെ ചെറിയ അളവിൽ അങ്ങനെ സംഭവിച്ചേക്കാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിപ്പോ നമുക്ക് ഒന്ന് മാത്രമേ ശരിയുള്ളൂ എന്ന് ഉറപ്പിച്ച് നിൽക്കേണ്ടതില്ല. ഈ 2 വീക്ഷണം മുമ്പുള്ളവർക്കുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല അല്ലേ സാർ? അല്ല, അതിപ്പോ വെച്ചാലിപ്പോ ഈ ജ്യോത്സ്യന്മാർ, ഇപ്പൊ നമുക്ക് പറയാം ജ്യോത്സ്യന് പറയുന്നത് കളവാന്നൊക്കെ നമുക്ക് പറയാൻ തള്ളാം. പക്ഷെ എവിടെയൊക്കെയോ ഇവർ പറയുന്നതിന്റെ എന്തോ ചിലത് ശരിയാവുന്നുണ്ട് ഇപ്പോഴും അല്ലേ സാർ? ഇപ്പോഴും. അപ്പൊ ആ ശരിയാവുന്നതിന് ഒരു ന്യായീകരണം കൊടുക്കാൻ പറ്റാതിരുന്നാല് നമ്മൾ ഈ പറയുന്നത് വിശ്വസിക്കേണ്ട ആള്, അത് ഹിന്ദുവോ മുസ്ലിമോ ആരാവട്ടെ, അവൻ എന്താ പറയാ, നിങ്ങൾ വെറുതെ വേറിട്ടത് പറയാണെന്ന് പറയും. അപ്പൊ അതിനുള്ള വിശദീകരണമാണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വാചകത്തിൽ അത് അവസാനിക്കുന്ന അർത്ഥത്തിലോട്ടല്ലതാണ്. കട്ട് കേൾക്കുന്നു, അവരതിന്റെ കൂട്ടാളികളായി ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നു, അവരതിന്റെ കൂടെ കുറെ കളവുകൾ കൂടി കൂട്ടി പറയുന്നു, അതിൽ 99 കളവാകുന്നു, 1 ശരിയാവുന്നു. ഈ ശരിയായതിനെപ്പറ്റി മാത്രം ആളുകൾ സംസാരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നതാണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നമുക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. അപ്പൊ ആ വിശദീകരണം നിലനിൽക്കുന്നതിനെ കണക്കാക്കാതെ പക്ഷെ ഇപ്പോഴും പറയുന്നത് അത് നബിയുടെ നുബുവത്തോടെ ആ ഒരു കട്ടകൾ നിലച്ചു എന്നാണ് എപ്പോഴും പറയുന്നത്. അല്ല, അതിപ്പോ സൂറത്തുൽ ജിന്നിലായത്തില് ജിന്നുകളുടെ സംസാരം കോട്ട് ചെയ്ത് അല്ലാഹു പറയുന്നുണ്ട്, നമ്മൾ മുമ്പ് അവിടെ കേൾക്കാറുണ്ടായിരുന്നു, ഇപ്പൊ അവിടെ കേൾക്കാനിരുന്നാല് നമ്മുടെ പിന്നാലെ ഉൽക്കകൾ വന്ന് വീഴുകയാണ് എന്നൊക്കെ പറയുന്ന ആയത്തുണ്ട്. ആ ആയത്ത് മാത്രം എടുത്ത് സംസാരിച്ചാൽ ശരിക്കും അത് ഇല്ല, തീർത്തും അവസാനിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കാം. അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജ്യോത്സ്യന്മാർ പറയുന്നത് ശരിയായതിനെ പറ്റി ചോദിച്ചപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. രണ്ടും കൂടി കൂട്ടി ജന്മ ചെയ്യാന്നല്ല പറയാ, രണ്ടും കൂടി കൂട്ടി വായിക്കുന്ന രീതി എന്താന്ന് പറഞ്ഞാല്, നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ ആകാശ ലോകത്തുനിന്ന് കേൾക്കാനുള്ള സാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടുകൂടി ഇല്ലാതെയായി. എന്നാൽ വളരെ നേരിയ തോതിൽ എവിടെയെങ്കിലുമൊക്കെ 100-1 പോലെ എന്തെങ്കിലുമൊക്കെ കട്ട് കേൾക്കാൻ അവർക്ക് ഇപ്പോഴും സാധ്യമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പറ്റും. ഇതിന് അത്ര പറയാൻ കഴിയുള്ളൂ. ഇവിടെയുള്ള പ്രശ്നം എന്താ? അതിനേക്കാളൊക്കെ ഉപരി കട്ട് കേൾക്കോ ഇല്ലേ എന്നതിനേക്കാൾ ഉപരി കട്ട് കേട്ടിരുന്നു, ഇപ്പോൾ ഇല്ല. നബിക്ക് നുബുവത്ത് കിട്ടിയോടുകൂടി അതെന്ത് ചെയ്തിട്ടുണ്ട്? നിലച്ചു പോയിട്ടുണ്ട്. ഖുർആൻ നിരവധി സ്ഥലത്ത് വിശദീകരിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ ആകാശ ലോകത്തുനിന്ന് കേൾക്കാനുള്ള സാധ്യതകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടുകൂടി ഇല്ലാതെയായി.
എന്നാൽ വളരെ നേരിയ തോതിൽ എവിടെയെങ്കിലുമൊക്കെ 100-1 പോലെ എന്തെങ്കിലുമൊക്കെ കട്ട് കേൾക്കാൻ അവർക്ക് ഇപ്പോഴും സാധ്യമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ തെറ്റൊന്നും ഇതിന് അത്ര വലിപ്പതി പറയാൻ കഴിയില്ല. നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ ആകാശ ലോകത്തുനിന്ന് കേൾക്കാനുള്ള സാധ്യതകൾ ചെറുതാലിയുടെ ആഗമനത്തോടുകൂടി ഇല്ലാതെയായി. എന്നാൽ വളരെ നേരിയ തോതിൽ എവിടെയെങ്കിലുമൊക്കെ 100-1 പോലെ എന്തെങ്കിലുമൊക്കെ കട്ട് കേൾക്കാൻ അവർക്ക് ഇപ്പോഴും സാധ്യമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ തെറ്റൊന്നും ഇതിന് അത്ര വലിപ്പതി പറയാൻ കഴിയില്ല.